72കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ്. ഇവിടെ ആവേശത്തിനെയും പ്രേമല്ലുവിനെയും അതിനെ എത്ര സിനിമകൾ നിങ്ങളെ പൊക്കിയടിച്ചു. അതിലെന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും ഉണ്ടോ? അതിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പൊക്കിയടിക്കാമെങ്കിൽ എന്തുകൊണ്ടും ടെർബോ എന്ന് പറയുന്ന സിനിമയെ നിങ്ങൾ എന്തുമാത്രം വിമർശിച്ച് താഴെ കിടത്തുന്നു? ഇവിടെ നമ്മളെ മലയാളികളുണ്ടല്ലോ, ഇവിടെ ഈ ജയിലറിനെയും അങ്ങനത്തെ സിനിമകളെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ചു. ആ സിനിമയിൽ എന്താണുള്ളത്? അതിലെ കുറച്ച് രജനീകാന്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ മമ്മൂക്ക് ചെയ്താൽ അയ്യമല്ലേ നിങ്ങൾക്കൊക്കെ? ഈ 72 വയസ്സായിട്ട് ഈ പ്രായത്തിൽ പുള്ളി ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. രജനീകാന്തൊക്കെ 2 ചവിട്ടും മറ്റേ അവിടെ ഇവിടെയൊക്കെ 2 ചവിട്ടി അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ അതിനെയൊക്കെ സ്വീകരിക്കാം, കൈയടിക്കാം, വിസിലടിക്കാം. അനിരുദ്ധിൻ്റെ BGM ഒക്കെ നിങ്ങൾ അത് കയറ്റിയിട്ടാൽ അത് മാസ്. വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അതിപ്പം കാലാകാലമായി നടക്കുന്നതാണ്. അത് ഇനി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടെർബോ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പടമാണ്. ഒരു കുറ്റം പറയാനുമില്ല. ഇനി കണ്ടു രണ്ടാം ഭാഗം മിക്കവാറും വരാൻ സാധ്യതയുണ്ട്.